കേരളത്തിലെ ഏറ്റവും രഹസ്യങ്ങളും ശക്തിയും നിറഞ്ഞ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ഇത് ഒരു ക്ഷേത്രം മാത്രമല്ല, ഇത് ചരിത്രവും പുരാണവും വിശ്വാസവും ഒന്നിച്ചു ചേരുന്ന ഒരു അത്ഭുതമായ ശക്തിപീഠമാണ്. ദാരികൻ എന്ന അസുരനെ സംഹരിച്ച ശേഷം ഭദ്രകാളി വിശ്രമിച്ച സ്ഥലം എന്നാണ് വിശ്വാസം. പ്രതിവർഷം ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ വീഡിയോയിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം, പുരാണം, ക്ഷേത്രപാലകന്റെ കഥ, ഭരണിയുടെ രഹസ്യങ്ങൾ, ഭക്തർ അറിയേണ്ട പ്രധാന വിവരങ്ങൾ എല്ലാം നമുക്ക് പരിശോധിക്കാം. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ പെരിയാറിന് തീരത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന പട്ടണമാണ് കൊടുങ്ങല്ലൂർ. പഴയകാലത്ത് ഈ സ്ഥലം ലോകപ്രശസ്തമായ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. ഈ പ്രദേശം മുസരീസ് എന്ന തുറമുഖ നഗരമായി ചരിത്രത്തിൽ അറിയപ്പെടുന്നു. റോമൻ വ്യാപാരികളും അറേബ്യൻ കപ്പലുകളും ഇവിടെ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ പ്രധാന അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഇത്തരമൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നത്. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം ദാരികൻ എന്ന അസുരൻ ഭൂമിയിൽ വലിയ അനീതികളും ഉപദ്രവങ്ങളും സൃഷ്ടിച്ചു. അവന് ആരും ജയിക്കാൻ കഴിയാത്ത വലിയ ശക്തിയുണ്ടായിരുന്നു. അവസാനം ശിവന്റെ കോപത്തിൽ നിന്നാണ് ഭദ്രകാളി ദേവി ജനിച്ചത്. ദേവി ദാരികനെ സംഹരിച്ച് ലോകത്തെ രക്ഷിച്ചു. ദാരികനെ സംഹരിച്ചതിന് ശേഷം ദേവി തന്റെ കോപം ശമിപ്പിക്കാൻ കൊടുങ്ങല്ലൂരിൽ വിശ്രമിച്ചു എന്നാണ് വിശ്വാസം. അതാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ക്ഷേത്രം. കൊടുങ്ങല്ലൂർ അമ്മ ഭദ്രകാളിയുടെ ഉഗ്രരൂപമാണ്. ദോഷങ്ങൾ നീക്കം ചെയ്യുന്ന ദേവി എന്ന വിശ്വാസം ഭക്തർക്കുണ്ട്. ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ അമ്മയുടെ അനുഗ്രഹത്തോടെ മാറും എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ വിശ്വാസം ആദി ശങ്കരാചാര്യരോടാണ്. ശക്തി ആരാധനയുടെ വളരെ പ്രധാന കേന്ദ്രമായിരുന്നു കൊടുങ്ങല്ലൂർ. ആദിശങ്കരൻ ഇവിടെ എത്തി ദേവിയെ ആരാധിച്ചുവെന്ന് പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നു. അദ്ദേഹം ഇവിടെ നിരവധി ആചാരങ്ങൾ സ്ഥാപിച്ചതായി വിശ്വസിക്കുന്നു. കേരളത്തിന്റെ പരമ്പരാഗതമായ ക്ഷേത്രശൈലിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം വളരെ ശക്തിയേറിയതും ആത്മീയത നിറഞ്ഞതുമാണ്. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ കൊടുങ്ങല്ലൂർ അമ്മയാണ്. ദേവിയുടെ രൂപം വളരെ ശക്തിയേറിയ ഉഗ്രസ്വരൂപമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എത്തുന്നവർ ക്ഷേത്രത്തിന് പുറത്തായി ഒരു വലിയ പ്രതിമ കാണും. അത് ക്ഷേത്രപാലകൻ എന്നറിയപ്പെടുന്ന ദേവതയുടെ പ്രതിമയാണ്. ക്ഷേത്രപാലകൻ ക്ഷേത്രത്തിന്റെ കാവൽക്കാരനാണ്. ഭദ്രകാളിയെ സംരക്ഷിക്കാൻ ശിവൻ തന്റെ ഗണങ്ങളിൽ ഒരാളെ ഇവിടെ നിയോഗിച്ചു എന്നാണ് വിശ്വാസം. അവനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പല ഭക്തരും ആദ്യം ക്ഷേത്രപാലകനെ പ്രാർത്ഥിക്കുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ചില ഭക്തർ ചുവന്ന വസ്ത്രം ധരിച്ച് ദേവിയെ ആരാധിക്കുന്നു. വാളുമായി ദേവിയുടെ സേവനത്തിൽ പങ്കെടുക്കുന്ന ഭക്തരെയും ഇവിടെ കാണാം. ഇത് ഭക്തിയുടെ ഒരു പ്രത്യേക പ്രകടനമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി. മലയാള മാസമായ മീനത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ലക്ഷക്കണക്കിന് ഭക്തർ ഈ ദിവസത്തിൽ ക്ഷേത്രത്തിൽ എത്തുന്നു. ക്ഷേത്രം മുഴുവൻ ഭക്തിമയമായ ഒരു വലിയ ആഘോഷമായി മാറുന്നു. ഭരണിയുടെ പ്രധാന ആചാരമാണ് കാവ് തീണ്ടൽ. ഭക്തർ ക്ഷേത്ര പരിസരത്ത് ദേവിയെ വിളിച്ചു പാടുന്നു.
ഇത് ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ നടത്തുന്ന ആചാരമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടുകൾ ദേവിയുടെ ദൂതന്മാരായി കണക്കാക്കപ്പെടുന്നു. ഇവർ വാളുമായി ദേവിയുടെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നു. ഭക്തർ ഇവരെ വളരെ ഭക്തിയോടെ ആരാധിക്കുന്നു. കൊടുങ്ങല്ലൂർ അമ്മയെ സത്യസന്ധമായി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ തടസ്സങ്ങൾ, ദോഷങ്ങൾ, കഷ്ടങ്ങൾ എല്ലാം മാറുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മറ്റു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തരിവിടെ എത്താറുണ്ട്. ഭരണി ദിവസത്തിൽ കൊടുങ്ങല്ലൂർ പട്ടണം പൂർണ്ണമായും ഭക്തിമയമാകും. ക്ഷേത്ര പരിസരം ആയിരക്കണക്കിന് ഭക്തരാൽ നിറഞ്ഞിരിക്കും. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വലിയ തിരക്കുള്ളതിനാൽ സമയത്തിന് മുന്നെത്തുന്നത് നല്ലതാണ്. ശാന്തമായ മനസ്സോടെ ദേവിയെ പ്രാർത്ഥിക്കുക. കൊടുങ്ങല്ലൂർ അമ്മ ഭക്തരുടെ പ്രാർത്ഥന ഒരിക്കലും നിരസിക്കില്ല എന്നാണ് വിശ്വാസം. ഭക്തിപൂർവം കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിക്കാം. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. കൊടുങ്ങല്ലൂർ അമ്മയെ വിശ്വസിക്കുന്നവർ കമന്റിൽ എഴുതൂ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.